നമസ്കാരം. വാസ്തുസ്കോ.com ഏവർക്കും സ്വാഗതം. ഇക്കുറി നവരാത്രി പൂജാ മഹോത്സവം ഒക്ടോബർ 3 ആരംഭിക്കുകയാണ്. ഒക്ടോബർ 3 ആരംഭിച്ച് 13 തീയതി തീരുമെന്നാണ് പറയുന്നത്. എങ്കിലും 13 തീയതിയാണ് വിജയദശമി എന്നാണ് നമ്മുടെ കലണ്ടറുകളിലൊക്കെ കാണുന്നത്. പക്ഷേ മൂകാംബിക ക്ഷേത്രത്തിലെ പ്രധാന തന്ത്രി അടിക പറയുന്നത് 12 തീയതി തന്നെ വിജയദശമിയാണ്, അന്നാണ് കുട്ടികൾക്ക് വിദ്യാരംഭം കുറിക്കേണ്ടതെന്ന് പറയുന്നു. കാരണം 2 നക്ഷത്രങ്ങളും പഞ്ചമിയൊക്കെ ഒരുമിച്ച് വരുന്നത് കൊണ്ടാണ് എന്ന് അവകാശപ്പെടുന്നുണ്ട്. എന്തായിരുന്നാലും അദ്ദേഹം പാണ്ഡിത്യമുള്ള ആളാണ്. അദ്ദേഹം പറയുന്നത് മറ്റുള്ളവരും അനുസരിക്കുന്നവരാണ്. അതുകൊണ്ട് 12 തീയതി നമുക്ക് വിദ്യാരംഭം കുറിക്കാം എന്നാണ് എല്ലാ ക്ഷേത്രങ്ങളിലും തീരുമാനിച്ചു എന്നറിയുന്നത്. നമുക്കെന്തായിരുന്നാലും 3 തീയതി മുതൽ ഈ പൂജവെപ്പിൻ്റെ അവസാനം വരെ, വിദ്യാരംഭത്തിൻ്റെ അന്ന് വരെ വീടുകളിൽ, കുട്ടികളുള്ള വീടുകളിൽ രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിച്ച് വെച്ച് ഒരു സരസ്വതി ദേവിയുടെ ചിത്രം വെച്ച് പ്രാർത്ഥിക്കുക. ഭക്ഷണം വെജിറ്റേറിയൻ ആയിരിക്കണം. പഠിക്കാൻ നോക്കുക. പ്രത്യേകിച്ച് വിദ്യാരംഭം തുടങ്ങുന്നതിൻ്റെ അന്ന് കുട്ടികളെ വിദ്യാരംഭം കുറിക്കുവാൻ വേണ്ടി ഇരുത്തുക. കൊച്ചുകുട്ടികളെ അത് വീട്ടിലിരുത്താം, അല്ലെങ്കിൽ അമ്പലങ്ങളിലും പോയിരുത്താം. വീട്ടിലാണെങ്കിൽ ഏറ്റവും നല്ല മുതിർന്നവർ നാവിൽ അക്ഷരം കുറിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. ഇനി പഠിക്കുന്ന വിദ്യാർത്ഥികളും അന്ന് ആ വിദ്യാരംഭത്തിൻ്റെ അന്ന് നമ്മുടെ വിളക്കിന് മുൻപിൽ വച്ചിരിക്കുന്ന അരി, ഒരു തട്ടത്തിൽ അരി വയ്ക്കുമല്ലോ, അരിയും മഞ്ഞളും, ആ മഞ്ഞൾ കൊണ്ട് അരിയിൽ ഓം ഹരി ശ്രീ ഗണപതി നമ ആ ഇ എന്നുള്ള അക്ഷരങ്ങൾ കൂടി കുറിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ 10 ദിവസം നന്നായി വായിക്കാൻ ശ്രമിക്കുക, പഠിക്കുക, വെജിറ്റേറിയൻ ആയിരിക്കുക. അങ്ങനെ ആ 10 ദിവസത്തെ ഒരു ചെറിയൊരു വ്രതം കുട്ടികൾക്ക് വളരെയധികം ഉപകാരം ചെയ്യുമെന്നുള്ളതാണ്. ഒക്ടോബർ 2 തീയതിയാണ് ശുചീന്ദ്രത്ത് നിന്നും, കുമാരകോവിൽ നിന്നുമൊക്കെ, പത്മനാഭപുരം കൊട്ടാരത്തു നിന്നുമൊക്കെ സരസ്വതി ദേവിയും മുന്നൂറ്റി നങ്കയും കുമാരസ്വാമിയും തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി കൊട്ടാരത്തിലും ആര്യശാല ദേവീക്ഷേത്രത്തിലും ചെന്തിട്ട ദേവീക്ഷേത്രത്തിലും എത്തുന്നത്. അന്ന് മുതലാണ്, 3 തീയതി മുതലാണ് പൂജ വെച്ച് തുടങ്ങുന്നത്. വലിയൊരു ഉത്സവമാണ് നടക്കുന്നത്. ഭാരതത്തിലെ മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും ദുർഗ, കാളി എന്ന് പറയുന്ന ആ വിശേഷ ദിവസങ്ങളാണ് പൂജാ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. വലിയൊരു ആഘോഷമായി തന്നെ എടുക്കാറുള്ള ഒരു അനുഭവമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് നല്ല ഒരു വിദ്യ നൽകുവാൻ അവസരമാകട്ടെ, പ്രാർത്ഥിക്കുവാൻ ഒരു അവസരമാകട്ടെ. 10 ദിവസം ചിട്ടയായി ഒന്ന് പോകാൻ നമുക്ക് കഴിയട്ടെ. അതിൻ്റെ രക്ഷകർത്താക്കളും കൂടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടികളുടെ വിദ്യാഭ്യാസം വളരെ ഭംഗിയായി നല്ല രീതിയിൽ ഉയർന്ന നിലയിലെത്തുവാൻ സാധിക്കുമെന്നുള്ളത് നാം കണ്ടതാണ്. ആ കണ്ട വിശേഷങ്ങൾ എല്ലാ വർഷവും ഞാൻ പറയുന്നു എന്ന് മാത്രം.